നിർമ്മിത ബുദ്ധി AI സമൂഹത്തിന്റെ പൊതുനന്മയ്ക്കായി ഉപകരിക്കുന്നതാകണമെന്നും ഇതിന്റെ വ്യാപകമായ ദുരുപയോഗത്തിനെതിരെ ഭരണാധികാരികളും സമൂഹവും ജാഗ്രത പുലർത്തണമെന്നും ഇരിങ്ങാലക്കുട രൂപത പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനം ആഹ്വാനം ചെയ്തു. മനുഷ്യരാശിയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും AI പ്രയോജനകരമാണെങ്കിലും ഇതിന്റെ അനിയന്ത്രിതമായ വിനിയോഗം വ്യക്തികൾക്കും സമൂഹത്തിനും ഒരുപോലെ ഹാനികരമായി ബാധിക്കാമെന്ന് കൗൺസിൽ മുന്നറിയിപ്പ് നൽകി. 17ാം പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനം ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യകൾ മനുഷ്യനു വേണ്ടിയുള്ളതാണെന്നും അവ മനുഷ്യനെ അടിമയാക്കാൻ അനുവദിക്കരുതെന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. AI സാങ്കേതിക വിദ്യയെ മനുഷ്യൻ നിയന്ത്രിക്കുകയും സമസ്ത ജനങ്ങളുടെയും നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുകയും വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലയോ 14 പാപ്പയുടെ പ്രഥമ ചാക്രിക ലേഖനം ആസ്പദമാക്കി AI യുഗവും മനുഷ്യമഹത്വവും എന്ന വിഷയത്തിലായിരുന്നു സമ്മേളനം. യുദ്ധം, വ്യക്തിഹത്യ, ആത്മഹത്യ, സ്ത്രീപീഡനം എന്നിവയ്ക്കായി നിർമ്മിത ബുദ്ധി ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യം യോഗം ചർച്ച ചെയ്തു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളുടെ അടിത്തറ മനുഷ്യന്റെ മഹത്വത്തിലൂന്നിയതാണെന്ന് AI യുഗവും മനുഷ്യമഹത്വവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്ത CBCI ഡോക്ടറൽ കമ്മീഷൻ സെക്രട്ടറി റവറന്റ് ഡോക്ടർ തോമസ് വടക്കേൽ പറഞ്ഞു. രൂപതയിലെ 141 ഇടവകകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ റവറന്റ് ഡോക്ടർ ലിൻഡോ കുറ്റിക്കാടൻ, സിസ്റ്റർ ഡോക്ടർ ഇസബൽ KJ, ജെറിൻ ഡിംബിൾ റിഷൻ എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. സെക്രട്ടറി ആൻലിൻ ഫ്രാൻസിസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻ വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേ പീടിക ഉൾപ്പെടെ വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച രൂപതാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. വികാരി ജനറൽ മോൺ ഡോക്ടർ ആൻഡ്രൂ ആലപ്പാടൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി റവറന്റ് ഡോക്ടർ റിജോയ് പഴയാറ്റിൽ നന്ദിയും പറഞ്ഞു.